ഈ വേടനെതിരായ കേസ് വന്നപ്പോൾ പറഞ്ഞത് കഞ്ചാവ് തുന്നിയ കുപ്പായമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ടിക്കറിൽ ഹെഡറായിട്ട് കൊടുത്തത്. കഞ്ചാവ് തുന്നിയ കുപ്പായമെന്നാണ് കൊടുത്തത്. എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിനെതിരെ, മോഹൻലാലിനെതിരെ ഇത്തരമൊരു അധിക്ഷേപം വന്നപ്പോൾ അവർ പങ്കെടുത്ത സിനിമയോ പാട്ടോ വെച്ചുകൊണ്ട് ഇത്തരമൊരു ടിക്കർ ഹെഡർ കൊടുക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാകുമോ? മോഹൻലാലിന് കിട്ടിയ പരിഗണന എന്താണ് ഈ വിഷയത്തിൽ? നമ്മളത് പരിശോധിക്കാതെ പോകരുത്. മോഹൻലാലിൻ്റെ ഈ വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് കേരള സമൂഹം, മാധ്യമ ചാനലുകൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത്? കഴിഞ്ഞ ദിവസം ന്യൂസ് 18-ൽ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഇത് പറയാതെ നിവർത്തിയില്ല, പൊതുസമൂഹത്തോട് ഇത് പറയാതെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. വേടനെയും വെള്ളഭൂഷണം എന്നായിരുന്നു ആ ചാനലിൻ്റെ ചർച്ചയുടെ ഹെഡിങ്. വേടനെയും വെള്ളഭൂഷണോ, തൊപ്പിയും വേടനുമാണോ മാതൃക? നോക്കൂ, തൊപ്പി എന്ന് പറയുന്ന ഒരാളെയും വേടൻ എന്ന് പറയുന്ന ആളെയും കൂടെ സമീകരിച്ച് വെച്ചിട്ട് ഈ ചർച്ചയുടെ പ്രധാന കേന്ദ്രം തന്നെ അവർ അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് പുലിപ്പല്ല ആണ് കണ്ടെത്തിയതെന്ന് ചാനലിലൂടെ ഇരുന്ന് അവതാരകർ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വേടനെതിരെ ആസൂത്രിതമായ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. ഏറ്റവും വംശീയമായൊരു പരാമർശം നടത്തിയിരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ വാർത്തകളിലൂടെ ഞാൻ അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ശ്രീലങ്കൻ അഭയാർത്ഥിയാണ്, അതുകൊണ്ട് ആ വിഷയം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ മാതാവ് ആരും ആയിക്കോട്ടെ, അതെന്താണ് വേടൻ്റെ വിഷയത്തിൽ അതിനെന്താണ് പ്രസക്തി? ഒരാളൊരു കുറ്റം ചെയ്തു, അത് പരിശോധിക്കേണ്ടതിന് പകരം ഇപ്പം മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് വിഷയം വരുമ്പം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അന്വേഷിച്ച് പോകുമോ പോലീസ്? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആ പാരമ്പര്യം അന്വേഷിച്ച് പോകാറുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ വേടൻ്റെ വിഷയം വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർ അമ്മയെ, അച്ഛൻ, അതിൻ്റെ തലമുറ പാരമ്പര്യം പോലും കുത്തിയെടുത്തുകൊണ്ട് വരികയാണ്. സംഗതി വളരെ വ്യക്തമാണ്. സവർണ ഒളിഗാർക്കി വേടൻ മുന്നോട്ട് വെച്ച സാംസ്കാരികമായ പ്രഹരമേറ്റിട്ട് പുളഞ്ഞിട്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചനപരമായി കെട്ടിയുണ്ടാക്കിയ ഒന്നാണ് ഈ കേസെന്ന് നിസ്സംശയം തെളിയുകയാണ് എന്ന് നമുക്ക് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതിൽ തന്നെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും നിലവിലില്ല എന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷിക്കുന്ന പോലും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടേ? നോക്കൂ, മോഹൻലാലിൻ്റെ വിഷയം വന്നു, എത്ര ദിവസം അദ്ദേഹം, ഒരു ദിവസമെങ്കിലും പോലീസ് കസ്റ്റഡി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടോ? നോക്കൂ, ഇവിടെ നിഷാദ് സൂചിപ്പിച്ചല്ലോ, സുരേഷ് ഗോപിയുടെ പുലിനഖം പരിശോധിക്കണമെന്ന് പറഞ്ഞു, പരാതി പോയിട്ടുണ്ട്. പക്ഷേ ഈ എത്ര മണിക്കൂറായി ഇപ്പോൾ പരാതി പോയിട്ട്? അദ്ദേഹത്തിൻ്റെ പുലിനഖം അന്വേഷിക്കുന്നതിന് വേണ്ടി അത് പുലിനഖമാണോ അല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് ആരെങ്കിലും മുതിർന്നോ? ആരും മുതിർന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് മുതിരാത്തത്? ഈ ചോദ്യം ഉന്നയിക്കണ്ടേ നമ്മൾ? അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് വേടൻ എന്ന് പറയുന്ന ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളെ സമ്പൂർണ്ണമായും സാംസ്കാരിക ലോകത്ത് നിന്നും കലാലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയുള്ള സവർണ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകമായ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിലർ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ടി കെ സുനിൽകുമാറിൻ്റെ കേരള കൗമുദിയിലെ ലേഖനം അതാണ് തെളിയിക്കുന്നത്. നോക്കൂ, ധവേഷ് കെ പാണ്ഡെയുടെ ഹിന്ദുവിൽ വന്നൊരു ലേഖനത്തിൽ പറയുന്നത് 2014 ചില ആളുകൾ ISIS പോകുന്നതിന് വേണ്ടി തയ്യാറായി.